വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ടിബറ്റ് ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന് തവാങ്ചു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമാണ് തവാങ് ബുദ്ധവിഹാരം. ടിബറ്റൻ ഭാഷയിൽ ഗാർഡൻ നാംഗ്യാൽ ലാറ്റ്സെ എന്നാണ് ഇതറിയപ്പെടുന്നത്. പൂർണ്ണ വിജയത്തിന്റെ ദിവ്യ പറുദീസ എന്നാണ് ഇതിന്റെ ഭാഷാന്തരം. അഞ്ചാമത്തെ ദലൈലാമയുടെ നിർദ്ദേശപ്രകാരം 1681 മെറക് ലാമ ലോത്രെ ഗ്യാറ്റ്സോയാണ് ഇത് നിർമ്മിച്ചത്. 1914 വരെ ടിബറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്ന തവാങ് 1913-14 സിംല കരാർ പ്രകാരം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. സ്വാതന്ത്ര്യാനന്തരം 1962 ചൈനക്കാർ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് തവാങ്ങിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. തുടർന്നുള്ള സമാധാന ചർച്ചയിലൂടെ ചൈനീസ് സൈന്യം തവാങ്ങിൽ നിന്ന് പിൻവാങ്ങുകയും തവാങ് ഇന്ത്യൻ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. മാവോവിന്റെ സാംസ്കാരിക വിപ്ലവ കാലത്ത് പോലും തകർക്കപ്പെടാതെ നിലകൊണ്ട അപൂർവം ബുദ്ധവിഹാരങ്ങളിൽ ഒന്നാണ് തവാങ് ബുദ്ധവിഹാരം. 1959 14ാമത്തെ ദലൈലാമ ടിബറ്റിൽ നിന്ന് പലായനം ചെയ്യുകയും ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. 1959 മാർച്ച് 31 ഇന്ത്യയിലേക്ക് പ്രവേശിച്ച ദലൈലാമ തേസ്പൂരിലേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ് കുറച്ചു ദിവസം തവാങ്ങിൽ താമസിക്കുകയുണ്ടായി. പിന്നീട് 2009 നവംബർ 8 ചൈനീസ് എതിർപ്പുകൾ വകവെക്കാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായത്തോടെ ദലൈലാമ ഒരിക്കൽ കൂടി തവാങ് ആശ്രമം സന്ദർശിക്കുകയുണ്ടായി. 2010 കണക്കനുസരിച്ച് 450ഓളം ബുദ്ധ സന്യാസിമാർ തവാങ് ആശ്രമത്തിൽ അന്തേവാസികളാണ്. അരുണാചലിൽ തവാങ് ജില്ലയിൽ ബംഗ്ല ചുരത്തിലേക്കുള്ള വഴിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3708 മീറ്റർ ഉയരത്തിൽ ഇന്തോ ചൈന അതിർത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് സാങ്കസ്റ്റർ സോ അഥവാ സാങ്കസ്റ്റർ തടാകം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഈ തടാകം രൂപപ്പെട്ടത് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക അനുമതി നേടിയാൽ മാത്രമേ ഇവിടേക്ക് സിവിലിയന്മാർക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഉയർന്ന ഹിമാലയൻ കൊടുമുടികളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഈ ജലാശയം ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളുടെ പുണ്യ തീർത്ഥസ്നാനങ്ങളിൽ ഒന്നാണ്. തടാകക്കരയിൽ ധ്യാനനിരതരായിരിക്കുന്ന ബുദ്ധമത വിശ്വാസികളെ ഇവിടെ കാണാം. കൊയില എന്ന ബോളിവുഡ് സിനിമയിൽ മാധുരി ദീക്ഷിത് അഭിനയിച്ച ഒരു ഗാന ചിത്രീകരണം നടന്നത് ഈ തടാകക്കരയിൽ വെച്ചാണ്. അതിനെ തുടർന്ന് ഈ തടാകം മാധുരി തടാകം എന്നുകൂടി അറിയപ്പെടുന്നു.
വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇന്തോ ചൈന അതിർത്തിയിൽ 15,000 അടി ഉയരത്തിലുള്ള പർവ്വത ചുരമാണ് ബംഗ്ല. ടിബറ്റൻ ഭാഷയിൽ ല എന്ന വാക്കിന് ചുരം എന്നാണ് അർത്ഥം. അരുണാചലിലെ തവാങ്ങിനെയും ടിബറ്റിലെ സോണ കൗണ്ടിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. തവാങ് പട്ടണത്തിൽ നിന്ന് 37 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ബംഗ്ല ഇന്ത്യൻ ആർമിയും ചൈനീസ് ആർമിയും ഔദ്യോഗികമായി അംഗീകരിച്ച 4 ബോർഡർ പേഴ്സണൽ മീറ്റിംഗ് പോയിന്റുകളിൽ ഒന്നാണ്. 1962 ഈ പർവ്വത ചുരം വഴിയാണ് ചൈനീസ് സൈന്യം ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയത്. ഇത് രക്തരൂക്ഷിതമായ സംഘർഷത്തിലേക്ക് നയിച്ചു. യുദ്ധസ്മാരകങ്ങളും സൈനിക ബങ്കറുകളും നിറഞ്ഞ ഈ പ്രദേശം പ്രക്ഷുബ്ധമായ ഭൂതകാലത്തിന്റെ തിക്താനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിലും ഇന്ന് ബംഗ്ല സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തുന്നതിനും ഇന്ത്യ ചൈന സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ പതിവായി കൂടിക്കാഴ്ചകൾ നടത്തുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് ബംഗ്ല.